ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. എക്സാം എന്ന് പറയുന്നത് വെറ്റിനറി സർജൻ ഗ്രേഡ് 2 എക്സാം ആയിരുന്നു, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ. ഓക്കെ, സോ ഈ PDF നിങ്ങൾക്ക് bibimohan.com ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ സീരീസിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സോ നോക്കുക, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. So, ആദ്യത്തെ ചോദ്യം ഇതാണ്: The Right to Education Act was passed in India in the year. Right to Education Act. ഓക്കെ, അപ്പോൾ ഏത് വർഷമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത്? 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കിയത്. ഓക്കെ, ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നത് എത്രാമത്തെ അമെൻമെൻ്റ് ആണ്? അങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട്. എത്രാമത്തെ അമെൻമെൻറ്റിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നത്? 86th അമെൻമെൻ്റ് ആണ്. 86th അമെൻമെൻറ്റ്. അടുത്ത ചോദ്യം: ദ ബർത്ത് പ്ലേസ് ഓഫ് അയ്യങ്കാളി. ബർത്ത് പ്ലേസ് ഓഫ് അയ്യങ്കാളി എവിടെയാണ് ബർത്ത് പ്ലേസ് ഓഫ് അയ്യങ്കാളി? ഏത് സ്ഥലമാണ്? ഓപ്ഷൻ സി ആണ് വെങ്ങാനൂർ. വെങ്ങാനൂരാണ് ദ ബർത്ത് പ്ലേസ് ഓഫ് അയ്യങ്കാളി. ബർത്ത് പ്ലേസ് ഓഫ് അയ്യങ്കാളി ഈസ് അറ്റ് വെങ്ങാനൂർ. ഓക്കെ, അടുത്ത ചോദ്യം: ദ വാഗൻ ട്രാജഡി വാസ് അസോസിയേറ്റഡ് വിത്ത്. ഇവിടെ ഖിലാഫത്ത്, സോൾട്ട് സത്യാഗ്രഹ, ക്വിറ്റ് ഇന്ത്യ, ആൻറ്റി സൈമൺ ഡെമോൺസ്ട്രേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാഗൻ ട്രാജഡി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഖിലാഫത്ത് മൂവ്മെൻറ്റ്. എന്താണ്? ഖിലാഫത്ത് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് വാഗൻ ട്രാജഡി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്: ഹൂ റോഡ് ദ നഴ്സറി റൈം കാക്കേ കാക്കേ കൂടെവിടെ? ആരാണ് കാക്കേ കാക്കേ കൂടെവിടെ എന്ന നഴ്സറി റൈം രചിച്ചത്? ആരാണ് അത് എഴുതിയത്? അപ്പോൾ ഇതിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കേശവ് ദേവ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരുന്നു, അതെന്താണെന്നറിയില്ല. എനിവേ, കാക്കേ കാക്കേ കൂടെവിടെയുടെ സ്പെല്ലിങ് മാറിയതുകൊണ്ടായിരിക്കും. കൂടെവിടെ എന്നുള്ളത് ആണ് ഉദ്ദേശിച്ചത്, ഞാൻ അങ്ങനെയാണ് വായിച്ചതും. പക്ഷെ അത് സ്പെല്ലിങ് ഇങ്ങനെയാണല്ലോ കിടക്കുന്നത്, അതുകൊണ്ടായിരിക്കാം ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ്. കാക്കേ കാക്കേ കൂടെവിടെ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണത് രചിച്ചിരിക്കുന്നത്. ദ സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുല ഇൻ ദ വേൾഡ്. സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുല ഇൻ ദ വേൾഡ്. അതിൽ ഓപ്ഷൻ, ഈ ഒരു ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തിരുന്നു, കാരണം അതിൽ ഓപ്ഷനിൽ ആൻസർ അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അറേബ്യ, ചൈന, സൗത്ത് ഇന്ത്യ, കാനഡ എന്നിവയാണ്. ശരിക്കും സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുല എന്ന് പറയുന്നത് നമ്മുടെ ഡെക്കാൻ പെനിൻസുല, അല്ലെങ്കിൽ എന്താണ് ഡെക്കാൻ പെനിൻസുല, അല്ലെങ്കിൽ ഇന്ത്യൻ പെനിൻസുല എന്ന് പറയാം. അതാണ് സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുല ഇൻ ദ വേൾഡ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ഏതാണ്? ഡെക്കാനാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് വേൾഡിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്? അറേബ്യൻ ആണ്. അതും ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇവിടെ കൊടുത്തിട്ടില്ല. ഇന്ത്യൻ അല്ലെങ്കിൽ ഡെക്കാണെന്ന് കൊടുത്തിട്ടില്ല, അതുകൊണ്ടായിരിക്കാം ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുല ഇൻ ദ വേൾഡ്. പെനിൻസുല എന്ന് വെച്ചാൽ എന്താണ്? അതായത് പീഠഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെനിൻസുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അത് 4 പാടും വെള്ളത്തെ ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ അതിന് മെയിൻലാൻഡുമായിട്ടും ബന്ധമുണ്ട്. അതൊരു ഐലൻഡായിട്ട് കിടക്കുമല്ല, മെയിൻലാൻഡായിട്ടും ബന്ധമുണ്ട്. പക്ഷേ എന്തുവാണ്? ചുറ്റുപാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുമാണ് കേട്ടോ. ഓക്കെ, അതാണ് പെനിൻസുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക. പെനിൻസുല എന്ന് പറയുന്നത് മെജോറിറ്റി എന്താണ്? മെജോറിറ്റി വാട്ടറാണ്, പിന്നെ മെയിൻലാൻഡും കണക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഓർക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആണെങ്കിലും താഴെയുള്ള ആ ഒരു, അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റും വെസ്റ്റ് കോസ്റ്റും അത്രയും പോർഷൻസ് വാട്ടറാണ് ചുറ്റിയിരിക്കുന്നത്, ബാക്കിയാണ് മെയിൻലാൻഡ് വരുന്നത്. അങ്ങനെയാണ് കേട്ടോ വരുന്നത്. 4 പാടും ചുറ്റുന്നല്ല പറഞ്ഞാൽ ഭൂരിഭാഗവും, കൂടുതലും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഇതിൽ അടുത്ത ചോദ്യം: ദ ഫസ്റ്റ് ആനുവൽ സെഷൻ ഓഫ് SNDP യോഗം ഹാവിംഗ് ഹെൽഡ് ഇൻ 1904 അറ്റ്. എവിടെയാണ് ഫസ്റ്റ് ആനുവൽ സെഷൻ ഓഫ് SNDP യോഗം 1904 നടന്നത്? ദ ഫസ്റ്റ് ആനുവൽ സെഷൻ ഓഫ് SNDP യോഗം ഹാവിംഗ് ഹെൽഡ് ഇൻ 1904. അരുവിപ്പുറത്ത് വെച്ചാണ് SNDP യോഗത്തിൻ്റെ ഫസ്റ്റ് ആനുവൽ സെഷൻ നടന്നത്. ഓക്കെ, അടുത്ത ചോദ്യം: സഹോദര സംഘം എന്ന് പറയുന്നത് that was founded by
കെ അയ്യപ്പൻ ഇൻ. സഹോദര സംഘം വാസ് ഫൗണ്ടഡ് ബൈ കെ അയ്യപ്പൻ ഇൻ എന്നാണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1917 ആണ് കറക്റ്റ് ആൻസർ. 1917 സഹോദര സംഘം അദ്ദേഹം സ്ഥാപിച്ചത്. സഹോദര സംഘം ആരുടേതാണ്? കെ അയ്യപ്പൻ്റേതാണ് സഹോദര സംഘം എന്ന് പറയുന്നത്. സഹോദരൻ അയ്യപ്പൻ എന്നാണ് സാധാരണ നമ്മൾ പറയുക. ഈ കെ അയ്യപ്പൻ എന്ന് കാണുമ്പോൾ അതൊരു ഡൗട്ട് തോന്നരുത്. അതെന്നാണ് സ്ഥാപിച്ചത്? 1917. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിനു മുമ്പ് പറഞ്ഞ പെനിൻസുലയുടെ മലയാളം വാക്ക് ഞാൻ പറഞ്ഞിരുന്നു ഉപദ്വീപ് എന്നാണ് കേട്ടോ. ഉപദ്വീപ്. ഓക്കെ, അപ്പോൾ അതിപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോവാമെന്ന് വിചാരിച്ചു. ഉപദ്വീപ്. അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ 352 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് പ്രൊവിഷൻ റിഗാർഡിംഗ്. ഏത് പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 352 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ആർട്ടിക്കിൾ 352 ഏത് പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇപ്പോൾ പ്രൊക്ലമേഷൻ ഓഫ് പ്രസിഡൻസ് റൂൾ ഇൻ ദ സ്റ്റേറ്റ്, ഡിക്ലറേഷൻ ഓഫ് എമർജൻസി, അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ പാർലമെൻറ്റ്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 352 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ആർട്ടിക്കിൾ 352 ഈസ് നാഷണൽ എമർജൻസി. ശരിക്കും നാഷണൽ എമർജൻസിയാണ് എന്ത് 352 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതായത് ഡിക്ലറേഷൻ ഓഫ് എമർജൻസി എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി എന്ന് പറയുമ്പോൾ നമുക്ക് 3 ടൈപ്പുള്ള എമർജൻസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് എമർജൻസി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നാഷണൽ എമർജൻസി ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് എമർജൻസി, സ്റ്റേറ്റിൽ പ്രസിഡന്റ് റൂൾ വരുന്നത് സ്റ്റേറ്റ് എമർജൻസി ഉണ്ട്, ദെൻ ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ട്. അപ്പോൾ ഇതുവരെ കോൾ ചെയ്യാത്തത് ഏതാണ് വരുന്നത്? ഫിനാൻഷ്യൽ എമർജൻസിയാണ് ഇതുവരെ വിളിച്ചിട്ടില്ലാത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്ന് ഓർക്കുക. അപ്പോൾ ഇതിൽ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി എന്ന് മാത്രം കൊടുത്തിട്ടുള്ളതുകൊണ്ടായിരിക്കാം ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത്. 352 ഈസ് ഫോർ ഏതാണ്? നാഷണൽ എമർജൻസിയാണ്. ഓക്കെ, നാഷണൽ എമർജൻസിയാണ് 352. അത് പ്രത്യേകം ഓർക്കുക. ത്രീ 356 ആണ് സ്റ്റേറ്റ് എമർജൻസിയുടെ ആർട്ടിക്കിൾ. സ്റ്റേറ്റ് എമർജൻസിയുടെ ആർട്ടിക്കിൾ ഏതാണ്? 356 ആണ്. അതുപോലെ 360 ആണ് എന്ത് വരുന്നത്? ഫിനാൻഷ്യൽ എമർജൻസി വരുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ എമർജൻസി 360. അപ്പോൾ ആ ഒരു നമ്പറുകളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 352, 356 ആൻഡ് 360. ഓക്കെ, ഇനി അതിൽ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇതുവരെ ഇന്ത്യയിൽ വിളിക്കപ്പെട്ടിട്ടില്ലാത്ത, ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത എമർജൻസി ഏതാണ്? ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥ. അടുത്തത്, ഫൗണ്ടർ ഓഫ് സമത്വ സമാജം. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകനാര്? സമത്വ സമാജം, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിരിക്കുന്ന പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടു അല്ലേ? അത് വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് വായിച്ചപ്പോൾ മാറിപ്പോയതാണ്. അത് വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. ഫൗണ്ടർ ഓഫ് സമത്വ സമാജം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തതിന് ചോദിക്കുന്നതാണ്, തെറ്റിക്കരുത്. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം. ഹു വാസ് ദ മാർട്ടിയർ ഓഫ് പാലിയം സത്യാഗ്രഹ? ആരാണ് പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി? ഈ ഒരു ചോദ്യവും ഇപ്പോൾ 3 തവണയായി നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമായിട്ട് കാണുന്നു. ഹു വാസ് ദ മാർട്ടിയർ ഓഫ് പാലിയം സത്യാഗ്രഹ? പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി ആരാണ്? അപ്പോൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്ന ഓപ്ഷൻ ഡി, അതായത് MG വേലായുധൻ എന്നാണല്ലോ. ശരിക്കും ഇതിൻ്റെ ആൻസർ AG വേലായുധൻ എന്നാണ്. AG വേലായുധൻ. അതുകൊണ്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത്. അപ്പോൾ മാർട്ടിയർ ഓഫ് പാലിയം സത്യാഗ്രഹ ആരാണ്? AG വേലായുധനാണ്. AG വേലായുധൻ. അടുത്ത ചോദ്യം, ഹൂ റോട്ട് കണ്ണീരും കിനാവും? ആരാണ് കണ്ണീരും കിനാവും എഴുതിയത്? ഹൂ റോട്ട് കണ്ണീരും കിനാവും? അപ്പോൾ ഇതിൽ ആരാണ്? VT ഭട്ടതിരിപ്പാടിൻ്റേതാണ് കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാടിൻ്റേതാണ് കണ്ണീരും കിനാവും എന്ന ആത്മകഥയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. അയ്യങ്കാളി ഓർഗനൈസ്ഡ് വില്ലുവണ്ടി സ്ട്രൈക്ക് ഇൻ? അയ്യങ്കാളി വില്ലുവണ്ടി സ്ട്രൈക്ക് ഓർഗനൈസ് ചെയ്തത് എന്നാണ്? അയ്യങ്കാളി ഓർഗനൈസ്ഡ് ദ വില്ലുവണ്ടി സ്ട്രൈക്ക് ഇൻ എന്നാണ് ഓർഗനൈസ് ചെയ്തത്? ഓപ്ഷൻ എ ആണ് 1893. 1893 1893 വില്ലുവണ്ടി സമരം അദ്ദേഹം നടത്തിയത്.
അയ്യങ്കാളി. അയ്യങ്കാളിയാണ് പുലയരുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത് മഹാത്മാഗാന്ധി ആയിരുന്നു. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അത് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലേയിങ് ടൈം ഓഫ് നാഷണൽ ആന്തം. ദേശീയ ഗാനം ആലപിക്കുന്നതിനെടുക്കുന്ന സമയം, ഒഫീഷ്യലായിട്ടുള്ള ടൈം എത്രയാണ്? 52 seconds ആണ്. പ്ലേയിങ് ടൈം ഓഫ് നാഷണൽ ആന്തം, ദാറ്റ് ഈസ് 52 seconds. ഓക്കെ. സ്വർണജാഥ, ഓക്കെ, ഇവിടെ സുവർണജാഥ എന്നായിരിക്കാം. ജാഥ ഓർഗനൈസ്ഡ് ആസ് എ പാർട്ട് ഓഫ് വൈക്കം സത്യാഗ്രഹ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ്. ആരുടെ ലീഡർഷിപ്പിലാണ് സുവർണജാഥ നടത്തിയത്? ഓക്കെ, സുവർണജാഥ ഓർഗനൈസ്ഡ് ആസ് എ പാർട്ട് ഓഫ് വൈക്കം സത്യാഗ്രഹ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ്. അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? മന്നത്ത് പത്മനാഭനാണ്. ശ്രീ മന്നത്ത് പത്മനാഭനാണ് സുവർണജാഥ നടത്തിയത്. സുവർണജാഥയല്ല, ഐ ആം സോ സോറി, സവർണജാഥ. സവർണജാഥ എന്നാണ്. ഇതിനകത്ത് സ്വർണജാഥ എന്നാണ് എഴുതിയിരിക്കുന്നത്. സവർണന്മാരുടെ ജാഥ എന്നാണ് കേട്ടോ, സവർണജാഥ. സോ സോറി ഫോർ ദ. മന്നത്ത് പത്മനാഭൻ നടത്തിയത് ഏതാണ്? സവർണജാഥയാണ്. ആലോചിക്കാതെ സുവർണജാഥ എന്ന് പറഞ്ഞതാണ്, നിങ്ങൾ കറക്റ്റ് ചെയ്തോണം. അടുത്തത് വേൾഡ് ബുക്ക് ഡേ. വേൾഡ് ബുക്ക് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. വേൾഡ് ബുക്ക് ഡേ എന്ന് പറയുന്നത് April 23 ആണ്. വേൾഡ് ബുക്ക് ഡേ ഈസ് ഓൺ April 23. April 23. ഈ April 23 തലേദിവസം, അതായത് April 22 എന്ന് പറയുന്നത് വേൾഡ് എർത്ത് ഡേ ആണ് അല്ലേ? എർത്ത് ഡേ ആണ് എന്ത്? April 23 എന്ന് പറയുന്നത് അല്ലേ? എർത്ത് ഡേ. സോറി, April 22. April 22 എന്ന് പറയുന്നത് എർത്ത് ഡേ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇയർ ഓഫ് ബർത്ത് ഓഫ് വാഗ്ഭടാനന്ദ. വാഗ്ഭടാനന്ദൻ്റെ ജന്മവർഷം, അദ്ദേഹം ജനിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ് 1885. 1885 വാഗ്ഭടാനന്ദൻ ജനിച്ചത്. അടുത്തത്, ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. ആരായിരുന്നു ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്? പട്ടം എ താണുപിള്ള. പട്ടം എ താണുപിള്ളയായിരുന്നു ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. ഓക്കെ. അപ്പോൾ അടുത്തത്, ലാർജസ്റ്റ് പ്ലാനറ്റ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ്? ജുപ്പിറ്റർ. ജുപ്പിറ്റർ ആണ് ലാർജസ്റ്റ് പ്ലാനറ്റ്. ദ ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്ക് ഇൻ കംപ്ലീറ്റ് മലയാളം. ആദ്യമായിട്ട് സമ്പൂർണ്ണമായി മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത ആദ്യത്തെ വർക്ക് ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതിനകത്ത് ബന്ധപ്പെട്ടല്ല, എന്നാലും ആ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് വായിക്കാം. റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ വേൾഡ് മിൽക്ക് പ്രൊഡക്ഷൻ. വേൾഡ് മിൽക്ക് പ്രൊഡക്ഷനിൽ ഇന്ത്യയുടെ റാങ്ക് ഫസ്റ്റ് റാങ്ക് ആയിട്ടാണ് കൊടുത്തിരുന്നത്. ഫസ്റ്റ് റാങ്കാണ്. ഓക്കെ. അപ്പോൾ അത് ബാക്കിയൊക്കെ ഇനി ആ ഒരു ഈ ഒരു ടെക്നിക്കൽ എക്സാമിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നോക്കണ്ട. ആദ്യത്തെ 20 ക്വസ്റ്റ്യനാണ് വേണ്ടത്. അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ടാണ് ആ മിൽക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കറക്ഷനല്ല, അത് തെറ്റി പറഞ്ഞതൊക്കെ നോക്കുക. തെറ്റി പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചാൽ സുവർണജാഥ എന്ന് വായിച്ചു, അത് സവർണജാഥ എന്നായിട്ട് ഓർക്കുക. ഓക്കെ. അപ്പം അതുകൊണ്ട് കറക്റ്റ് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക. എല്ലാവർക്കും റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഈ സീരീസ് വളരെയധികം പ്രയോജനപ്പെടുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കൂടുതൽ ചെയ്യാനായിട്ട് അത് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ. സോ ബ്ലോഗ് കൂടി വിസിറ്റ് ചെയ്യുക. ബ്ലോഗ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടുകൂടി നിങ്ങൾക്ക് എല്ലാ പോസ്റ്റുകളുടെയും നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.